ഇന്നത്തെ റെസിപ്പി കർക്കിടക മാസത്തിലെ മരുന്നാണ്. ഇതിനെ നമ്മുടെ മലബാർ ഏരിയയിൽ കോഴിമരുന്ന് അഥവാ ജീരകക്കോഴി അല്ലെങ്കിൽ ചീരാക്കോഴി എന്നും പറയാറുണ്ട്. ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നാടൻ കോഴി ഉപയോഗിച്ചാണ് കേട്ടോ. ഞാനിവിടെ 2 കിലോ നാടൻ കോഴി എടുത്ത് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഏകദേശം 1/2 കിലോയോളം ചെറിയ ഉള്ളി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതിലോട്ട് വെളുത്തുള്ളി, തക്കാളി, ഇഞ്ചി, മല്ലി, പച്ചമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്കായ എന്നിവയും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് മല്ലി, അതേപോലെ തന്നെ നല്ല ജീരകവും. ഇവ നമുക്ക് അരച്ചൊന്ന് മാറ്റി വയ്ക്കാം. ഇത് തേങ്ങയുടെ തമ്പാലാണ്. ഇതിൽ 1-ാം പാലും തമ്പാലും നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് ചട്ടിയിലാണ് കേട്ടോ. നിങ്ങൾക്കിത് കുക്കറിലും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ചട്ടിയിലോട്ട് നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നാടൻ കോഴി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ചെറിയുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, തക്കാളി, മല്ലി, പച്ചമുളക് എന്നിവയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഏകദേശം 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കല്ലുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ചധികം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 2-ാം പാല് ചേർത്ത് കൊടുക്കാം. തമ്പാല് നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. 2-ാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഏകദേശം 2 ടേബിൾ സ്പൂണോളം കുരുമുളകിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒന്ന് തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം പാകമായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മല്ലി, നല്ല ജീരകത്തിൻ്റെ അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിള വരുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലോട്ട് തേങ്ങയുടെ തമ്പാല് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. ഏകദേശം നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അത്യാവശ്യം മല്ലി, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്ത് നിന്ന് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ജീരകക്കോഴി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.